നിങ്ങളിലെ സുഷുപ്ത അവബോധം എന്താണെന്ന് അറിയാമോ? സ്ലീപ്പ് കോൺഷ്യസ്നെസ്. Sleep consciousness makes repeated actions natural and effortless. ആറാമത്തെ അധ്യായം അവബോധ നിലകളും ബോധപരിണാമവും എന്നുള്ളതിൽ നിദ്രാവബോധം അഥവാ സുഷുപ്ത അവബോധം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് സുഷുപ്ത ബോധാവസ്ഥ അഥവാ ശിക്ഷിതാവബോധം? എങ്ങനെയാണ് നിദ്രാവബോധം നിഷ്ക്രിയതയെ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട് നിദ്രാവബോധത്തെ മനസ്സിലാക്കണം? തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സഖ്യകമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ഈ അവബോധ തലങ്ങളെ കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ നമ്മൾ ആദ്യം സത്തയുടെ ബോധത്തെ കുറിച്ച് സംസാരിച്ചു. സത്തയുടെ ബോധം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നില്ല, അതിന്റെ പുറകിൽ ഒരു ബോധമുണ്ടെന്ന് പറഞ്ഞു. ഉപബോധം എന്നുള്ളത് അത് സ്വപ്നത്തിന്റെ ഒരു ലോകത്താണ്, സ്മൃതിയുടെ ഒരു ലോകത്താണ് നമ്മൾ പറഞ്ഞു. അപ്പൊ സ്വപ്നവും സ്മൃതിയും അതിന് രണ്ട് വ്യത്യസ്ത പദങ്ങൾ അവിടെ ഉപയോഗിച്ചു കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെ ചിലർക്ക് സംശയം തോന്നി. സ്വപ്നമല്ലേ, അപ്പൊ സ്മൃതി എന്ന് പറഞ്ഞത് എന്തിനാ? സ്മൃതിയല്ലേ സ്വപ്നം എന്ന് പറഞ്ഞത്? ഈ വിധത്തിലുള്ള സംശയം. ഈ സ്വപ്ന തലം അല്ലെങ്കിൽ സ്മൃതി തലം എന്ന് പറയുന്നതിന്റെയും താഴെ അതിനൊരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ല, അതിന്റെ സബ് കോൺഷ്യസ് മൈൻഡ്. ആ സബ് കോൺഷ്യസ് അവയർനെസ് എന്ന് പറയുന്ന ഒരവസ്ഥ, അതിനെ നമുക്ക് നിദ്ര എന്ന് വിളിക്കാം, സുഷുപ്തി എന്ന് വിളിക്കാം, ശിക്ഷിതാവബോധം എന്ന് വിളിക്കാം, വഴക്കത്തിന്റെ തലം എന്ന് വിളിക്കാം, ശേഷികളുടെ തലം എന്ന് വിളിക്കാം. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നിദ്രാവബോധം എന്നുള്ളതാണ്. ഇത് നമ്മുടെ കലകളുടെ തലത്തിലാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അവയവങ്ങളുടെ തലത്തിലാണെന്ന് പറഞ്ഞില്ല, ഇത് കലകളുടെ തലത്തിലാണ് സംഭവിക്കുന്നത്. കലകളുടെ അവബോധമാണ് ഈ നിദ്രാവബോധത്തിന് കാരണമാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈ ശീലങ്ങൾ പലതും ഉണ്ടല്ലോ. നമുക്ക് ഈ നമ്മുടെ കൈയുടെ ചലനത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അല്ലെ? നമ്മുടെ ബോധം ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ ശീലങ്ങൾ, ഇപ്പോ നമ്മൾ ചിലതൊക്കെ ഇപ്പൊ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, പമ്പരം കറക്കുന്നത്, മറ്റേ തേങ്ങ പൊളിക്കുന്നത് അല്ലെങ്കിൽ തേങ്ങ വെട്ടുന്നത്, ഇതിനൊക്കെ നാക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. നാക്ക്. അപ്പൊ ഇത് ശരിക്കും കയ്യിലാണോ എന്ന് വെച്ചല്ല, കൈയുടെ അകത്ത് കലകളുടെ ഒരു തലത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോ അത് ശീലം കൊണ്ടുണ്ടാവുന്ന മനുഷ്യ ജീവിതത്തിലെ പല ശീലങ്ങളും വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളും നമ്മൾ ബോധപൂർവ്വം സൃഷ്ടിക്കുന്നതല്ല, അത് തനിയെ ഉണ്ടാവുന്നതാണ്. ആ തനിയെ ഉണ്ടാവുന്നതല്ലോ, അത് സുഷുപ്ത അവബോധത്തിലാണ് ഉണ്ടാവുന്നത്. സുഷുപ്ത അവബോധത്തിന്റെ ആവർത്തന പ്രവർത്തനങ്ങളിലൂടെയാണ് ഉണ്ടാവുന്നത്. ഇത് മനുഷ്യന്റെ ശീലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലാഘവത്വം ഉണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യുന്നതിനാൽ ഈസിനെസ് എന്ന് പറയുന്നില്ലേ, ആ ഈസിനെസ് വരുന്നത് ഈ സുഷുപ്താവബോധത്തിൽ നിന്നാണ്. നമ്മുടെ വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കുന്നതും ഈ സുഷുപ്താവബോധമാണ്. അപ്പൊ ഈ സുഷുപ്താവബോധം നിങ്ങളിൽ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ പലപ്പോഴും പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചിന്തിച്ചല്ല ചെയ്യുന്നത്, അത് സ്വാഭാവികം നടക്കുന്നു. ഇപ്പൊ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയ കാലത്ത് നമ്മൾ ഇതെന്താ, ക്ലച്ച് എന്താ, ആക്സിലേറ്റർ എന്താ, ബ്രേക്ക് എന്താ, സ്റ്റിയറിംഗ് എന്താ, എത്ര ഡിഗ്രി തിരിക്കണം, കൈ ഏത് രീതിയിൽ പിടിക്കണം എന്നൊക്കെ നമ്മൾ ആലോചിച്ചതും അന്വേഷിച്ചതും പഠിപ്പിച്ചതും സംസാരിച്ചതുമാണ്. പക്ഷെ ഇപ്പോ നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല. ഇതിനെക്കുറിച്ച് ബ്രേക്ക് എവിടെ, ക്ലച്ച് എവിടെ എന്ന് അന്വേഷിക്കാറില്ല. അത് സിനിമകളിലൊക്കെ നമുക്ക് കാണാറുണ്ട്, അല്ലെങ്കിൽ ഈ തുടക്കത്തിൽ ചില ആളുകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മളത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പ്രവർത്തനങ്ങളൊന്നും ചിന്തിച്ചിട്ടല്ല ചെയ്യുക, സ്വാഭാവികമായിട്ട് ചെയ്യും. ഇതാണ് ശീലപരമായ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിന് പലപ്പോഴും ഇപ്പൊ ബ്രേക്ക് പിടിക്കേണ്ടി വന്നു, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കേണ്ടതോ, ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. ബ്രേക്ക് പിടിക്കണം എന്നുള്ളതോ അല്ല ബ്രേക്ക് പിടിക്കേണ്ടെന്നോ അല്ല നമ്മൾ ചിന്തിക്കുക, അത് തനിയെ നടക്കും. അബോധപൂർവമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാവും. അവിടെ കാര്യങ്ങൾ സ്വയം പ്രവർത്തിക്കുകയാണ്.
സ്വയം പ്രവർത്തനം. ഇപ്പോ ബോധമനസ്സിന്റെ സ്വയം പ്രവർത്തനത്തിന് മുമ്പ് ഞാനത് എടുക്കാൻ പോകുന്ന സമയത്ത്, ഇപ്പൊ തണുത്ത കാലത്ത് മറ്റേ കുളിക്കാൻ പോവുകയാണ്, വെള്ളമെടുത്ത് രാവിലെ തലയുടെ ഒഴിക്കാൻ പോകുന്ന സമയത്ത് ശരീരം അത്രയും വരെ എത്തിയിട്ട് വേണോ എന്ന് ആലോചിച്ച് അവിടെ നിർത്തും. അവിടെ നമ്മുടെ ഒരു വോളണ്ടറി ഇൻവോൾവ്മെന്റ് ഉണ്ട്. പക്ഷെ ഇവിടെ ബ്രേക്ക് പിടിക്കുന്നതിനൊന്നും നമ്മുടെ ഇൻവോൾവ്മെന്റ് ഇല്ല, അത് തനിയെ നടക്കും, സ്വയം പ്രവർത്തിക്കുന്നതാണ്. ഈ സ്വയം പ്രവർത്തനം എന്നുള്ളത് ഒരിക്കലല്ല, അത് ആവർത്തിച്ച് സംഭവിക്കുന്നതിനാൽ വീണ്ടും വീണ്ടും സംഭവിക്കുന്നതാണ്. ആവർത്തിക്കുന്ന ഒരു ജീവിത മാതൃകയാണ്. ആ ആവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഒരു എന്താ പറയാ, ഒരു ഈസിനെസ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇപ്പൊ ബ്രേക്കൊക്കെ പിടിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വാഹനത്തിൽ കയറി ഇരിക്കുന്ന സമയത്ത് അതിന്റെ ബ്രേക്ക് പെടൽ ചിലപ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പുതിയ അടുക്കളയിൽ കയറി അവിടുത്തെ പുതിയ കത്തി ഉപയോഗിച്ചിട്ട് പച്ചക്കറി മുറിക്കാൻ തോന്നുന്ന സമയത്ത് കത്തിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ കുറച്ചു നേരം ചെയ്ത് കഴിയുമ്പോൾ ആവർത്തിക്കുന്ന സമയത്ത് അത് എഫേർട്ട്ലെസ് ആയിട്ട് മാറും, ബുദ്ധിമുട്ടില്ലാതെ മാറും. ഇവയെല്ലാം നിയന്ത്രിക്കുന്ന ഈ സുഷുപ്ത അവബോധമാണ്. അപ്പോ ഈ സുഷുപ്തം എന്ന് പറയുന്ന ആ ഒരവസ്ഥ എന്താ സത്യത്തില്? സുഷുപ്തി എന്ന് വെച്ചാൽ നിദ്ര അല്ലെ? ഇത് നമ്മുടെ ടിഷ്യൂ തലത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? ടിഷ്യൂ തലത്തിലാണ് നമ്മുടെ ആന്തരിക ശേഷികൾ ഉള്ളത്. ഈ ആന്തരിക ശേഷികൾ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് ബോധപൂർവമല്ല, അതായത് നമ്മുടെ ബോധ അവബോധത്തിന്റെയോ അതിലൊങ്ങി കിടക്കുന്ന ഓർമ്മകളുടെയോ അവസ്ഥയിലല്ല. അവയ്ക്കും താഴെ ഒരു ഓർമ്മയുണ്ട്. ഈ ഓർമ്മ എന്നുള്ളത് ശീലനം കൊണ്ട് വന്നതാകണമെന്നില്ല, വഴക്കം കൊണ്ടാവും. പാടാനുള്ള ഒരാൾക്കുള്ള വഴക്കം, ആ വഴക്കം എന്നുള്ളത് അകത്ത് കിടക്കുന്നതാണ്. പാടാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ പാട്ടിലോ സംഗീതത്തിന് അഭിരുചിയുള്ള ഒരാൾ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതിലേക്ക് ശ്രദ്ധിക്കും, പാട്ടിനോട് താല്പര്യം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 3 മാസപ്രായമുള്ള ഒരു കുഞ്ഞ് അച്ഛൻ പാടുന്നതനുസരിച്ച് പ്രതികരിക്കുന്നത്, അച്ഛൻ പാടുന്ന കുഞ്ഞു കൂടെ പാടാൻ ശ്രമിക്കുന്നു. 3 മാസം പ്രായമേ ഉള്ളൂ. ഈ 3 മാസം പ്രായം ആവുമ്പോഴേക്കും ഇത് പ്രതികരിക്കുന്നു എന്നുള്ളൊരവസ്ഥ വരുന്നത് അതിന്റെ സുഷുപ്താവബോധത്തിൽ നിന്നുമാണ്. അതിനെ തന്നെ നമ്മൾ ശിക്ഷിതാവബോധം എന്ന് പറയാറുണ്ട്. ശിക്ഷിതാവബോധം ശിക്ഷണം കൊണ്ട് നേടുന്നത്. പക്ഷെ ശിക്ഷണം കൊണ്ട് നേടുന്നതല്ല, അത് 2ാം ഘട്ടമാണ്. 1ാം ഘട്ടം എന്ന് പറയുന്നത് വഴക്കമാണ്. ഇപ്പൊ കുഞ്ഞിന്റെ പാട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, പാട്ട് എന്ന് പറയുന്നത്, സംഗീതം എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ ഉള്ളിൽ ലീനമാണ്. ആ ലീനമായിരിക്കുന്ന ഒരവസ്ഥയിൽ, കുഞ്ഞിന്റെ ഉള്ളിൽ ലീനമായിരിക്കുന്ന ഒരവസ്ഥയിൽ അത് വെളിപ്പെടും. അതിന് പാടാനുള്ളൊരു വഴക്കം അതിനകത്തുണ്ടാവും. ഈ വഴക്കത്തെ ഒരു തവണ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ അതിന് വേണ്ടുന്ന ന്യൂറൽ പാത്വേകൾ സെറ്റ് ആവും, അല്ലെങ്കിൽ ക്രമീകരിക്കപ്പെടും. വീണ്ടും അത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ആ ന്യൂറൽ പാത്വേ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അവിടെ സെറ്റ് ആവും. അത് ഓരോ പ്രാവശ്യം ചെയ്യുന്നതോറും ഇതിന്റെ എഫേർട്ടിന്റെ അളവ് കുറയും. ഇപ്പൊ ഈ ലീസ്റ്റ് എഫേർട്ട് എന്ന് പറയുന്ന പ്രകൃതിയുടെ ഒരു നിയമമുണ്ടല്ലോ, ഈ നിയമം പ്രവർത്തിക്കുന്ന രീതി, ആ തലം ഇതാണ്. അപ്പൊ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്തോറും ഇതിങ്ങനെ ക്രമമായി മെച്ചപ്പെട്ട് ഇങ്ങനെ വന്ന് അത് വളരെ ക്ലിയർ ആയിട്ട് പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോ ലാഘവത്വം എന്നുള്ളൊരവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നു. ആദ്യം നമുക്ക് ഉണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ സ്കിൽസ് എല്ലാം നിൽക്കുന്നത് മറ്റേ നമ്മുടെ ധർമ്മത്തിനനുസരിച്ച് നമുക്ക് ആന്തരിക ഘടനയുണ്ടാവും, അതിന്റെ ശേഷികളും തന്നിട്ടുണ്ടാവും. ഈ ശേഷികൾ നമുക്ക് നൽകുന്നത് നമ്മൾ ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും അതിനകത്തേക്കുള്ള ഒരു വഴക്കമാണ് നൽകുക. വഴക്കം ഒരിക്കൽ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് വീണ്ടും ചെയ്യാനുള്ള ത്വര നമുക്കുണ്ടാവും. ആ വീണ്ടും ചെയ്യാനുള്ള ത്വര ആവർത്തന പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുപോകും. ആവർത്തന പ്രവർത്തനങ്ങൾക്ക് നാം ചെയ്യുന്ന സമയത്ത് അതിനെയാണ് ശിക്ഷണം എന്ന് പറയാം. ആവർത്തിത പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ശിക്ഷിതമായിട്ടുള്ള അവബോധം, അത് തഴക്കമുണ്ടാവും. ഈ വഴക്കം എന്നുള്ളത് തഴക്കമായിട്ട് മാറും. ഈ തഴക്കം എന്നുള്ളതാണ് പിന്നീട് ആ വ്യക്തിയുടെ സ്വാഭാവിക പ്രവർത്തനമായിട്ട് മാറുക. സ്വാഭാവിക പ്രവർത്തനം എന്ന് വെച്ചാൽ അബോധപൂർവമായ പ്രവർത്തനം, ഇൻവോളണ്ടറി ആക്ടിവിറ്റി ആയിട്ട് മാറും. നമ്മുടെ ബോധത്തിന്, ചിന്തയ്ക്ക് അതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ പിന്നെ ഈ സ്കിൽ എവിടെയാണ് നിൽക്കുന്നത്? ഇത് നമ്മുടെ ബോധത്തിൽ നിൽക്കുന്നതല്ല, നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നതല്ല. ഇത് കോശങ്ങളുടെ ഓർമ്മയിൽ, അല്ലെങ്കിൽ എന്താ പറയാ, കലകളുടെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. അത് ശിക്ഷണത്തിന്റെ രൂപത്തിൽ നിൽക്കുന്നതാണ്. ആ നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ സുഷുപ്തി എന്ന് പറയുക. സുഷുപ്തി എന്ന് വെച്ചാൽ നിദ്രാവസ്ഥയിലാണ്, നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥ. ആ അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇത് പ്രവർത്തിക്കുന്നു. അപ്പൊ ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അതിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്.
പക്ഷെ ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് സഹജമായി പ്രവർത്തിക്കുന്ന രീതിയിൽ ഇത് പോകും. ഈ അവബോധത്തിന് ഈ നിദ്രാവബോധം എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൊണ്ടുണ്ട്. അത് ആവർത്തിച്ച് നിദ്രയിലേക്ക് പോകാൻ ടെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, ഉറക്കത്തിലേക്ക് പോകും. ഉറക്കത്തിലേക്ക് പോകുക എന്ന് വെച്ചാൽ എന്തിനെയാണ് ഉറക്കുന്നത്? വെളിയിലുള്ള ഇടപെടലുകളെ ഉറക്കും. വെളിയിലുള്ള ഇടപെടൽ എന്ന് വെച്ചാൽ ബോധത്തിന്റെ, ഓർമ്മകളുടെ കാര്യങ്ങളെ ഉറക്കും, കർമ്മങ്ങളുടെ കാര്യങ്ങളെ ഉറക്കും. ഉറക്കിയിട്ട് പ്രവർത്തനമില്ലാതെ നിലനിർത്തിയിട്ട് ആ പ്രവർത്തനമില്ലാത്ത സമയത്ത് അതിനകത്ത് കൃത്യമായ ചില ആക്ടിവിറ്റീസ് നടത്തും. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തു. ഞാൻ ആദ്യമായിട്ട് പാടാൻ എനിക്ക് തോന്നി, ഞാൻ പാടാൻ തോന്നി, എൻ്റെ ഉള്ളിൽ തോന്നൽ വന്നു, പാടാൻ ഒരുങ്ങി. ആ പാടാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ശ്രമത്തിന്റെ ഒരു കണ്ണി ഉണ്ടാവും. ഞാൻ ഇങ്ങനെ ശ്രമിച്ചു, ശബ്ദത്തെ ഈ വിധത്തിൽ ഉയർത്താൻ ശ്രമിച്ചു. അപ്പോൾ എന്റെ ന്യൂറോണുകളെല്ലാം ചേർന്ന് ഈ വിധത്തിൽ എന്റെ വോക്കൽ കോഡിനെ വർക്ക് ചെയ്യിപ്പിച്ചു. അതിനുശേഷം അതിന്റെ ഫ്രീക്വൻസി ഞാൻ അല്പം ഉയർത്തി. അപ്പോൾ എന്റെ കുറച്ച് ന്യൂറൽ നെറ്റ്വർക്കുകൾ ആ രീതിയിൽ വർക്ക് ചെയ്തു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ ഒരു മെമ്മറി ഉണ്ടാവും. ഈ മെമ്മറി എന്ന് പറയുന്നത് എന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഉപബോധത്തിലാണ്. ഈ ഉപബോധത്തിൽ നിന്നും അവബോധത്തിലേക്ക് അത് പതുക്കെ വന്ന് അവിടെ ഒരു പുതിയ ന്യൂറൽ പാത്വേ ഉണ്ടാക്കിയെടുക്കും. എപ്പോ? പാടുമ്പോഴല്ല അതുണ്ടാവുക, പാടിക്കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാവും. നമ്മളൊരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നു, നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് ഓർമ്മയിലാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് നിദ്രയിലേക്ക് പോകുമ്പോൾ അത് അതിന്റെ ന്യൂറൽ പാത്വേയിലേക്ക് ചെന്നെത്തും. ആ സമയത്ത് ആ ന്യൂറൽ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിനു മുമ്പ് അവിടെ അപാകമായി നിന്ന ശരീരഘടന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുകയും ചെയ്യും. റെസിലിയൻസ് എന്ന് പറയുന്ന പുനഃസ്ഥാപകത്വം എന്ന് പറയുന്ന പരിപാടിയും ഈ നിദ്രയുടെ അവസ്ഥയിലാണ് ഉണ്ടാവുക. ആ സമയത്ത് ശരീരം, മനസ്സ് ഇതൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അവസ്ഥയിൽ, സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ റീസെറ്റ് ചെയ്യും. നമ്മുടെ കഴിവുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കഴിവുകൾ തെറ്റി ഉപയോഗിച്ചു എന്നുള്ളതുണ്ടെങ്കിൽ അതിനെ പുനർക്രമീകരിക്കും. നമ്മുടെ ആന്തരികമായിട്ടുള്ള അവസ്ഥകളെ പുനഃസജ്ജീകരിക്കും. അങ്ങനെ ടോട്ടലി ആ റെസിലിയൻസിലേക്കും സജ്ജീകരണത്തിലേക്കും പുനഃസജ്ജീകരണത്തിലേക്കും ഈ വിശ്രമാവസ്ഥയിൽ അത് കൊണ്ടുപോകും. ആ വിശ്രമാവസ്ഥയിൽ നിന്നാണ് അടുത്ത പ്രവർത്തനത്തെ നടപ്പിലാക്കാനുള്ള ആർജവം, ശക്തി, മനസാന്നിധ്യം, ലക്ഷ്യം, ഊർജം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഈ വിശ്രമാവസ്ഥയാണ്, ഈ റെസിലിയൻസിന്റെ അവസ്ഥയാണ്. ഇത് സംഭവിക്കുന്നത് ഈ നിദ്രാവബോധത്തിലാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇപ്പൊ ഈ നിദ്രാവബോധത്തെ എങ്ങനെ മനസ്സിലാക്കുന്നത്? അതിന് കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ, നമ്മളല്ലാതെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ഈ നിദ്രാവബോധമാണ്. നമ്മൾ അനൈച്ഛിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഇതാണ്. നമ്മുടെ ശീലങ്ങളിൽ നിന്ന് മാറണം നമ്മൾ വിചാരിക്കും, പക്ഷെ ശീലങ്ങളിൽ കുടുങ്ങി കിടക്കും. അപ്പൊ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നത് ഇതാണ്. നമ്മുടെ ഏതെങ്കിലും കാര്യത്തെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് അയ്യോ അത് ഭയങ്കര ടഫാണെന്ന് നമ്മൾ വിചാരിക്കുന്നതിന് പകരം ഇത് ലഘുവാണെന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുന്നത്, ഈ ലാഘവത്വം സൃഷ്ടിക്കുന്നത് നിദ്രാവബോധമാണ്. നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന ഏത് കാര്യത്തെ അത് സ്വാഭാവികമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഈ നിദ്രാവബോധമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നത്, പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത്. അകത്തിരുന്നിട്ട് നമ്മുടെ ശീലരൂപത്തിൽ നമ്മുടെ സ്കില്ലുകളെ എല്ലാം കൈകാര്യം ചെയ്യുന്നത്, അതിനെ നിയന്ത്രിക്കാൻ ഈ സാധനത്തിന് ശേഷിയുണ്ട്. നമ്മുടെ ബോധാവസ്ഥയിൽ എന്തെങ്കിലും ഒരു അനുചിതമായിട്ടുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് മുഴുവൻ റീസെറ്റ് ചെയ്യാൻ ഇതിന് കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിദ്രാവബോധത്തെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഈ ആത്മജ്ഞാനത്തിന്റെ യാത്രയിൽ ഈ തലങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന വേറൊരു ഘട്ടം കൂടി ഉണ്ട് കേട്ടോ. ആ സമയത്താണ് ഇവ തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് മനസ്സിലാവുക. അപ്പൊ മനസ്സിലാക്കേണ്ടത് ആവർത്തനം, നമ്മൾ ആവർത്തിക്കുന്നതിലൂടെയാണ് നല്ല ഒരു ക്രമീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. അവിടെയാണ് സാധന, നിത്യസാധനയുടെ പ്രത്യേകത. നമ്മളൊരു സാധന ചെയ്യുന്നതിലൂടെ നമുക്ക് ചില കണക്ഷൻ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതിനുള്ള നമ്മുടെ ശേഷി, വഴക്കം എന്ന് പറയുന്നത് ഒരു തഴക്കമായിട്ട് മാറി നിരന്തരമായിട്ടൊരു ബന്ധത്തിലേക്ക് നമ്മൾ ചെല്ലും. അത് തെറ്റായിട്ട് വരാതിരിക്കാൻ വേണ്ടി, തെറ്റായിട്ടൊക്കെ ശീലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിയായ രീതിയിൽ ആവർത്തനം വേണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഈ സുഷുപ്ത അവബോധം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആഴത്തിലുള്ള ശീലത്തിന്റെ, പ്രവർത്തനത്തിന്റെ സംവിധാനമാണ്. അത്
ബോധപൂർവമല്ലാതെ സംഭവിക്കുന്നതാണ്. അവബോധം എന്ന രീതിയിൽ ഉള്ളിൽ നിന്ന് അബോധപൂർവം സംഭവിക്കുന്നത്. അബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിക്ക് ബോധമില്ലാത്തതല്ല, നമ്മുടെ ബോധത്തിന്റെ നിയന്ത്രണത്തിലല്ലാതെ സംഭവിക്കുന്നതാണ്. ഇത് അതിന്റെ ആവർത്തനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. നിഷ്ക്രിയതയെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ റീസെറ്റ് ചെയ്യുന്നത്, ജീവിതത്തെ സ്വാഭാവികമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രമേണ സ്വാഭാവികമാവും. അതാവണമെന്നുണ്ടെങ്കിൽ അതിന് നിഷ്ക്രിയാവസ്ഥയിലൂടെ കടന്നു പോകണം. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു സംവിധാനത്തിനകത്തൂടെ കടന്നു പോകുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ നിത്യവും ഉറങ്ങുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം നിത്യേന സംഭവിക്കാൻ വേണ്ടിയാണ് ആവർത്തിച്ച് നമ്മൾ ഉറക്കം നടത്തുന്നത്. ഉറക്കം നടക്കുമ്പോഴാണ് ശരീരം റീസെറ്റ് ആവുന്നത്, മനസ്സ് റീസെറ്റ് ആവുന്നത്. ഉറങ്ങിയില്ലെങ്കിലോ മനസ്സും ശരീരവും ഒക്കെ റീസെറ്റ് ആകാതെ പ്രവർത്തിച്ചിട്ട് കേടുവന്ന് ചൂടായി കേടുവന്ന് പോകും. അതുകൊണ്ട് ഉറങ്ങണം. ആ ഉറക്കം എന്നുള്ളത് ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഒരു ശ്വാസം കഴിഞ്ഞ് അടുത്ത ശ്വാസത്തിനിടയ്ക്ക് അവിടെ നിദ്രയുണ്ട്. ഒരു ഹൃദയമിടിപ്പിന്റെ ഒരു മിടിപ്പിനും അടുത്ത മിടിപ്പിനും ഇടയ്ക്ക് നിദ്രയുണ്ട്. അപ്പൊ ഈ നിദ്രാവബോധം എന്ന് പറയുന്നത് ഓരോ തലത്തിലും, ഇപ്പൊ ശരീരത്തില്, ജീവിയില്, അവയവത്തില്, കോശത്തില്, കലയില് എല്ലാം വെവ്വേറെ അളവിലാണ് ഉണ്ടാവുക. ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലുണ്ടാവും. ഈ രൂപത്തിലെല്ലാം നിന്നുകൊണ്ട് നിദ്രാവബോധം നമ്മളെ മുൻപോട്ട് നയിക്കുന്നുണ്ട്. ഇതിനെ അറിയുമ്പോഴാണ് നമുക്ക് ആധ്യാത്മിക ബോധ്യങ്ങളിലേക്ക്, ആധ്യാത്മിക അനുഭവങ്ങളിലേക്ക് പോകുവാൻ കഴിയുക. അവനവനെ മാറ്റണമെന്നും അവനവന്റെ ശീലത്തിന്റെ വഴി മാറ്റണമെന്നും വിചാരിക്കുന്നവർക്കും നിദ്രാവബോധത്തെ കാണാതെ പോകാൻ കഴിയില്ല. കാണാതെ പോകാനല്ല, അതിനെ കൈകാര്യം ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഇത് വർക്കാവില്ല. നിങ്ങളുടെ ശീലങ്ങളെ മാറ്റണമെങ്കിൽ, നിങ്ങളെ മാറ്റണമെങ്കിൽ നിങ്ങൾ നേരിട്ട് അഡ്രസ് ചെയ്യേണ്ടത് നിദ്രാവബോധത്തെയും കൂടിയാണ്. അതിന് മാത്രമാണെന്നും പറയുന്നില്ല, അതിനെയും കൂടിയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബോധമനസ്സിനെ കൈകാര്യം ചെയ്യുന്നതിനേക്കാളും വളരെ പാടാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ. പക്ഷെ നമുക്ക് കഴിയും. അപ്പോ നിങ്ങളുടെ ശരീരത്തിൽ ഈ നിദ്രാവബോധം അല്ലെങ്കിൽ സുഷുപ്താവബോധം അതല്ലെങ്കിൽ ശിക്ഷിതാവബോധം എന്നുള്ളത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എത്രത്തോളം പ്രവർത്തിക്കുന്നു, എവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം നാളെ തുടർ പാഠങ്ങളിലൊക്കെ കടക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.